ഓണമൊക്കെ ആയതുകൊണ്ട് പൂക്കളം ഇടാനായിരിക്കുമല്ലോ ഈ കുട്ടി ഇങ്ങനെ പൂ പറിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ. ഒരു ഉഗ്രൻ ഐഡിയ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ കണ്ടിട്ട് ഒത്തിരി നാളായല്ലേ, ഒരുപാട് റോസാപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ റോസാപ്പൂവിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ് കേട്ടോ റോസാപ്പൂക്കൾ വെച്ചിട്ടൊരു ഉഗ്രൻ സോപ്പ് തന്നെ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ഭയങ്കര കടയിൽ ചെന്നിട്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഉഗ്രൻ ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. ഒരുപാട് പഴക്കം ചെന്ന് പോയതുമല്ല, എന്നാൽ വിരിഞ്ഞിട്ട് ഒരാഴ്ചയോളം അടുപ്പിച്ച് പൂക്കളായി നിൽക്കുന്നത്, അതായത് ഒന്ന് വാടി തുടങ്ങാറായ പൂക്കളെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സോപ്പ് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സോപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് എല്ലാം പൂർണ്ണമായി മാറ്റും. അത് ഒറ്റ യൂസ് എന്നല്ല കേട്ടോ പറയുന്നത്, കുറച്ച് വെയിറ്റ് ചെയ്ത്, അതായത് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിൻ ഗ്ലോ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഫേസിലായാലും സ്കിന്നിലായാലും ഓയിൽ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ ഉണ്ടാക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യം തന്നെ ഞാൻ ഈ ഇതളുകളെയൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ്. അതിനകത്തുനിന്ന് ലീവ്സും അതിൻ്റെ ബഡ്സും ഒക്കെ മാറ്റി അതിൻ്റെ പെറ്റൽസ് മാത്രമായിട്ട് ഇറുത്തെടുക്കാം. അങ്ങനെ അതേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂക്കൾ ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ ബേസാണ്. സോപ്പിൻ്റെ ബേസ് കടയിൽ പോയി വാങ്ങണമെന്നില്ല, നമുക്കൊരു പിയേഴ്സിൻ്റെ ഒരു ചെറിയ സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ ബേസിന് പകരം യൂസ് ചെയ്യാം. അങ്ങനെ ദേ ഒരു പിയേഴ്സിൻ്റെ സോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ നൈസായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ്, ഫുൾ ഗ്ലിസറിനേറ്റഡ് സോപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ സോപ്പ് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ റോസ് പെറ്റൽസ് എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ നമുക്ക് മുഖക്കുരു പോലുള്ള ആ ഒരു ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കിത് സ്കിന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. 1-2 ആഴ്ച എടുക്കും അതിൻ്റെ ആ ഒരു ഗ്ലോയിങ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇത് തന്നെ യൂസ് ചെയ്ത് പോവാം. ഇനി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പീസ് കറ്റാർ വാഴയുടെ ഒരു പോളയാണ്. അതിനകത്തുനിന്ന് ജെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അതിൻ്റെ ഗ്രീൻ സാധനം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കറ്റാർ വാഴ എന്ന് പറയുന്നത് നമുക്കൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ്. നമ്മുടെ സ്കിന്നിനകത്ത് എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട്, അതായത് ഒരു ഓയിൽനെസ്, സ്കിന്നിനകത്തൊരു ഓയിൽ ടെക്സ്ചർ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ചുളുങ്ങത്തില്ല, കുറച്ച് നല്ല രക്തയോട്ടം കൂടുതൽ കാണും നമ്മുടെ സ്കിന്നിലേക്ക്. പിന്നെ സൺബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാമേ. അടുത്ത നമ്മുടെ വേപ്പിലയാണ്. വേപ്പില എന്ന് പറയുന്നത് നമുക്ക് ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സഹായിക്കാനാണ് ഞാൻ ഈ കുറച്ച് മാത്രം വേപ്പില ആഡ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത തുളസിയാണ്. തുളസി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുള്ള സുഷിരങ്ങൾ ക്ലീൻ ചെയ്യാനാണ്. സുഷിരങ്ങളിൽ അഴുക്കഴിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ്സ് ഓഫ് ക്ലെൻസറാണ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് തുളസി എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഒരു ഉഗ്രൻ ക്ലെൻസിങ് സോപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ഇത് അരച്ചെടുക്കാം. ഈ അലോവേര ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിനി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യല്ല. വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് സോപ്പിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല, കട്ടി കുറഞ്ഞു പോകും, പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊരു സോപ്പായിരിക്കും നമുക്ക് കൈ കിട്ടുന്നത്. അപ്പോൾ റോസ് പെറ്റൽസ് എല്ലാം കൂടെ എടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്, ഒരു ഗ്യാസ് സ്റ്റവ് ഓണാക്കി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യാൻ പോകുന്നത്. അതും ഡബിൾ ബോയിലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് വേറൊരു പാത്രം ഇറക്കി കൊടുത്ത് അതിനുള്ളിലേക്കാണ് നമ്മൾ ഈ സോപ്പിൻ്റെ ബേസ്, നമ്മളിപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ബേസ് ഇട്ട് മെൽറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളിത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡബിൾ ബോയിലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു സോപ്പിൻ്റെ ബേസ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ പാടുള്ളൂ.
ഇനി ഇത് മെൽറ്റായി പോകും തോറും ഈ സോപ്പ് ഇതിനകത്ത് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളകി ഇത് നന്നായിട്ട് മെൽറ്റായിക്കൊണ്ടേയിരിക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് ഏകദേശം ഈ ഒരു പരുവത്തിന് മെൽറ്റായ ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ്, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ വീണ്ടും ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളകി ഇതൊന്ന് കുറുകി ആ ഒരു സോപ്പ് കട്ടിയാവുന്ന ഒരു പരുവത്തിലേക്ക് ഇത് കുറുക്കും. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പൊടി പടലവുമായിട്ട് നടക്കുകയാണ്. ഏത് നേരവും ചെടിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എപ്പോഴും സ്കിന്നിനകത്തേക്ക് പൊടി കയറി ഒരുപാട് സ്കിൻ ഡാമേജ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് റോസാപ്പൂക്കളുടെ ഇതളുകളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയപ്പോൾ ഒരു റോസോപ്പ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി മോൾഡൊന്നും വാങ്ങണ്ട. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഈ പേപ്പർ കപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പേപ്പർ കപ്സാണ് ഞാനിപ്പോൾ മോൾഡിന് പകരം യൂസ് ചെയ്യുന്നത്. ഒരു പിയേഴ്സിൻ്റെ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ 3 സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ ബേസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 3 ഗ്ലാസ്സിലാക്കി ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ബാക്കി വന്ന പെറ്റൽസ് ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ ബേസിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഇടണമെന്ന് താല്പര്യമുള്ളവർ ഇട്ടാൽ മതി. അത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് മാത്രം ഞാൻ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സോപ്പിൻ്റെ ഈ ഒരു ബേസിനുള്ളിലേക്ക് ഈ പെറ്റൽസ് മെൽറ്റായി ചേരുന്നുണ്ട്. പായസമൊന്നും പറഞ്ഞ് ആരും എടുത്ത് കുടിക്കരുത്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു ഫുൾ നൈറ്റ് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. രാവിലെ ഇതെടുത്ത് ഇതിൻ്റെ ഒരു എങ്ങനെയുണ്ട് ഈ സാധനം ഒന്ന് കാണാനായിട്ട് ഞാൻ നന്നായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് രാവിലെ തുറക്കാം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടൊരു പ്രഭാതം വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജ് തുറക്കുകയാണ്. സെറ്റായി എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ 3 ഗ്ലാസ് എടുക്കുകയാണേ. സംഭവം ക്രിസ്റ്റൽ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തട്ടിയിടുമ്പോൾ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, എന്താ പറയുക, നല്ല കട്ടിയുള്ള പതയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് പറിച്ച് നോക്കാം. മഞ്ഞ സോപ്പ് വേണമെങ്കിൽ മഞ്ഞൾ ഇട്ടിരുന്നെങ്കിൽ മഞ്ഞ കളർ സോപ്പ് കിട്ടിയേനായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. റോസാ പെറ്റൽസിൻ്റെ, അതായത് റോസയുടെ ഇതളുകളുടെ ബെനിഫിറ്റ്സ് ഭയങ്കര നമുക്ക് അവിശ്വസനീയമായ റിസൾട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതിപ്പോഴേ പതയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പതയുന്ന ഒരു സോപ്പ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ റോസാ ഇതളുകളുള്ള ഈ ഒരു സോപ്പ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കുകയാണേ. അപ്പോൾ റിസൾട്ട് കണ്ട ഉടനെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇത്തരം ഇൻഫർമേഷൻസ് ഇഷ്ടമുള്ളവർ, അതായത് ഗാർഡനിങ്ങുമായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് ആണ് എന്നും ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പോവല്ലേ, ഈ ഒരു റിസൾട്ടും കൂടി ഒന്ന് കണ്ടിട്ട് പോണേ. സ്റ്റേ ട്യൂൺഡ്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.